ഹായ് നമസ്കാരം. ഞാൻ മണികണ്ഠൻ, സ്പെൻസർ ഫാഷൻ ഹബ്ബ്. നമ്മുടെ ഷോപ്പ് വിജയമാതാ ഗവൺമെൻറ് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇന്നലെ കുറച്ച് ജുബ്ബേനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ജുബ്ബയുടെ ഉപയോഗിക്കേണ്ട തുണികളെ പറ്റിയിട്ട് ഞാൻ ഇന്ന് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് ടൈപ്പ് തുണികളാണ് ഉപയോഗിക്കേണ്ടത് വെച്ചെങ്കിൽ അത് കുറച്ച് കാണിച്ചു തരാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അത് കുറച്ചായിട്ടും കാണിച്ചു തരാം. അപ്പോൾ ജുബ്ബ ഉപയോഗിക്കേണ്ട രീതിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിൻ്റെ കോളർലെസ് ഉള്ള ചൈനീസ് കോളറുള്ള സാധനങ്ങളും ഹാഫ് മാർഡതും ഹാഫ് ലെങ്ത് ഉള്ളതും ഫുൾ ലെങ്ത് ഉള്ളതും അങ്ങനെയുള്ള ജുബ്ബേനെ പറ്റിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് എപ്പോഴും നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് എപ്പോഴും ഫംഗ്ഷനൊക്കെ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ഗ്ലൈസിങ് ഉള്ളതും അത് ലൈറ്റ് കളറായിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് എപ്പോഴും ഉപയോഗിക്കാൻ നല്ലത്. അത് എന്നുണ്ടെങ്കിൽ വല്ല മാരേജ് ഫംഗ്ഷനാ അല്ലെങ്കിൽ അതേപോലെ തന്നെ വല്ല എൻഗേജ്മെൻ്റ് ഒക്കെ ഉണ്ടാകുന്ന ടൈമിൽ കറക്റ്റായിട്ട് അത് ലൈറ്റ് ഒരു ക്രീം ഷെയ്ഡ് അല്ലെങ്കിൽ ഇതേപോലെ വൈറ്റ് ഷെയ്ഡ് ചെറിയ ഗ്ലൈസിങ് ഉണ്ടാവണം. അതിന് ആകുമ്പോൾ സെൽഫ് ഡിസൈൻ ഉണ്ടായിരിക്കും കണ്ടേ. അപ്പൊ ഇങ്ങനെയുള്ള കളേഴ്സൊക്കെയാണ് അധികം ഉപയോഗിക്കാൻ നല്ലത്. കുറച്ച് ഏജുള്ള ആൾക്കാർക്കും ഇതേപോലത്തെ സാധനങ്ങൾ ലൈറ്റ് കളർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയായിരിക്കും. മുണ്ടിലേക്കായാലും കുഴപ്പമുണ്ടാവില്ല, പാൻറ്റിലേക്കായാലും കുഴപ്പമുണ്ടായിരിക്കില്ല. അവർക്ക് ഈ കല്യാണ ചക്കന്മാർക്കൊക്കെ പറഞ്ഞാൽ അധികം ക്രീമാണ് ഉപയോഗിക്കുക. അത് കൂടാതെയും കണ്ടിട്ട് ഫംഗ്ഷനായിട്ട് കുറച്ചും കൂടി ഡിസൈനിൽ ഞാൻ വേറെ കാണിച്ചു തരാം. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ലൈറ്റ് ഷെയ്ഡ് ആകുമ്പോൾ ഇതേപോലെ ഉപയോഗിക്കാം. അത് ഏജ് ഉള്ളവർക്കും നന്നായിരിക്കും, ഏജ് കുറഞ്ഞ ആൾക്കാർക്കും നന്നായിരിക്കും കേട്ടോ. അതേപോലെ തന്നെ ഇതിൽ തന്നെ ഡാർക്ക് ഷെയ്ഡ് ഉപയോഗിക്കാൻ പറ്റും. ഈ ഡാർക്ക് ഷെയ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കളർഫുൾ ആയിട്ട് എപ്പോഴും ഫോട്ടോയിലൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുന്ന കളേഴ്സ്. അതേപോലെ തന്നെ ഉപയോഗിക്കുമ്പോൾ കൈയൊക്കെ മടക്കിക്കുമ്പോൾ രണ്ട് സൈഡുള്ള തുണികളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഒരു നെക്കിന്റെ ഉള്ളിലാ അല്ലെങ്കിൽ ബട്ടൺമാറിന്റെ ഉള്ളിലൊക്കെ ചെറിയൊരു മോഡലൊക്കെ കൊടുക്കുന്നത് കുഴപ്പമുണ്ടാവില്ല. ഈ ഡാർക്ക് കളറിൽ എപ്പോഴും നന്നെങ്കിൽ നമുക്ക് ഫോട്ടോയിൽ കുറച്ചും കൂടി എടുത്ത് കാണിക്കുന്ന കളറാണ് കുറച്ചുകൂടി നന്നാവുക. പിന്നെ ശരീരത്തിന് കുറച്ചും കൂടി മാച്ച് ചെയ്യുന്നതും ആയ കളറാണ്. ഈ മുണ്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും നല്ലത് ഡാർക്ക് ഷെയ്ഡ് ഉപയോഗിക്കുകയാണ്. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജുബ്ബ എടുത്ത് കാണാൻ നമ്മൾക്കും ഒരു പ്രത്യേക അട്രാക്ഷൻ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഈ നേവി ബ്ലൂ ഇതുമൊരു സെൽഫ് ഡിസൈൻ ഉണ്ട്. വെറും പ്ലെയിൻ ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ഒന്നുകിൽ ഒരു ചെറിയ ഗ്ലൈസിങ് അല്ലെങ്കിൽ ഇതിലൊരു ചെറിയ ഒരു ജക്കാ ഡിസൈൻ ഉണ്ട്. അങ്ങനത്തെ ഡിസൈനുകൾ വേണം എപ്പോഴും ജുബ്ബയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പല ഫംഗ്ഷൻ ആക്കിയിട്ട് ഉപയോഗിക്കുമ്പോൾ കുറച്ച് ലുക്കുള്ള കുറച്ച് പൂക്കളൊക്കെ ഉള്ള അടിപൊളി സാധനങ്ങൾ ഉപയോഗിക്കാൻ നല്ലത്. കല്യാണത്തിനൊക്കെ ഉപയോഗിക്കുമ്പോഴേ എന്താ ഇത് ജുബ്ബയായിട്ട് ഉപയോഗിക്കുക. അതേപോലെ തന്നെ ഷെർവാനി ആയിട്ട് ഉപയോഗിക്കുക. അത് കുറച്ചും കൂടി ഒരു വലിയ ഒരു പൂക്കളൊക്കെ ഉള്ള സാധനങ്ങളാണ് നമ്മൾ അതുപോലെ നല്ലത്. ഷെർവാനിക്കും പറ്റും ഇത്, അതേപോലെ തന്നെ ജുബ്ബയ്ക്കും പറ്റും. അതേപോലെ തന്നെ ഇത് ഒരു വൺ സൈഡുള്ള സാധനങ്ങൾ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ചെറുതായിട്ട് മോഡലും ഒക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഷെർവാനി ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന്റെ പാൻറ്റും വേണമെങ്കിൽ ഇതിനോട് മാച്ച് ചെയ്യുന്ന കളറായിട്ട് ഉപയോഗിക്കാൻ പറ്റും. കുറച്ച് വലിയ പൂക്കളാണ് നമുക്ക് ഫംഗ്ഷനൊക്കെ ഉപയോഗിക്കാൻ എപ്പോഴും ആൾക്കാർ ശ്രദ്ധിക്കപ്പെടാനും ഇതിനൊക്കെ കുറച്ച് വലിയ പൂക്കളാണ് ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ ഇത് കുറച്ച് ലൈറ്റ് കളറാണ്. ഞാൻ അടുത്ത കുറച്ച് ഡാർക്ക് കളറൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് ഒരു ചെറുതായിട്ടുള്ള ഡിസൈനിന്റെ ചേഞ്ച് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും നന്നായി. പിന്നെ ബട്ടൺസ് ഒക്കെ വളരെ ശ്രദ്ധിച്ചിട്ട്, ബട്ടൺസിനാണ് അതിന്റെ ഈ മെറ്റൽ ടൈപ്പ് ബട്ടൺസ് ഉണ്ട്. ഒരുപാട് വെറൈറ്റി ബട്ടൺസ് ഉണ്ട്. ബട്ടൺസ് ആണ് അതിന്റെ ഹൈലൈറ്റും. അപ്പൊ അതേപോലെ തന്നെ ഡാർക്ക് കളറിലും പിന്നെ കുറച്ചും കൂടി വലിയ വലിയ പൂക്കളൊക്കെ ഉപയോഗിക്കുമ്പോൾ നല്ല അട്രാക്ഷൻ ആണ് കേട്ടോ. കണ്ട ഇതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ എവിടെ പോയിട്ടുണ്ടെങ്കിലും അടിപൊളി ലുക്കായിരിക്കും. കാണാൻ നല്ല പെട്ടെന്ന് ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യും. അതേപോലെ തന്നെ ഫോട്ടോസിലേക്കും ഭയങ്കര ഭംഗിയായിരിക്കും. ഇത് കുറച്ചും കൂടി അങ്ങനത്തെ ഫംഗ്ഷൻ ഉപയോഗിക്കാൻ പറ്റിയ സാധനം. പിന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ഇപ്പോൾ ജുബ്ബയ്ക്കും കുർത്തയ്ക്കൊക്കെ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ ലിനന്റെ സാധനം ഉപയോഗിക്കുമ്പോൾ ലിനന്റെ സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നല്ല സുഖമാണ്, ശരീരത്തിന് വളരെ സുഖമാണ്. പിന്നെ സ്റ്റാൻഡേർഡുമാണ്. കണ്ടോ ഇതൊരു മിഡിൽ ടൈപ്പുള്ള ഒരു പ്രിന്റഡ് ആണ് ലിനന്റെ ഉപയോഗിക്കാൻ. അപ്പൊ അവർക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ നല്ല ശരീരത്തിന് നല്ലതാണ്, ഒരു നല്ല ലുക്കും കിട്ടുന്ന സാധനമാണ്. അതിൽ തന്നെ കുറച്ചും കൂടി കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കാം. ഇത് ജുബ്ബയ്ക്ക് ഉപയോഗിക്കാം. ഇതിന്റെ പാൻറ് ഉണ്ടല്ലോ, ഇതിന്റെ ഈ ഡോട്ടൊക്കെ ഉണ്ടല്ലേ, ആ കളറിലുള്ള പാൻറ് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അതേപോലെ തന്നെ കുറച്ചും കൂടി വല്ലാതെ കുറച്ചും കൂടി പ്രിന്റൊക്കെ കൂടി വേണ്ട. ഇതൊക്കെ ഒരു ലുക്കുള്ള സാധനങ്ങളാണ്. ഒരു വെറൈറ്റി ആയിട്ട് തോന്നും എവിടെ പോയിട്ടുണ്ടെങ്കിലും. നമുക്ക് ജുബ്ബയ്ക്ക് ഇത് മുണ്ടിലേക്കും പറ്റുന്നതാണ്, പാൻറ്റിലേക്കും ഒക്കെ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ അത്രയ്ക്ക് ഡിസൈൻ വേണ്ട വെച്ചെങ്കിൽ സെൽഫ് ആയിട്ടുള്ള ഡിസൈൻ നമുക്ക് വലിയ പ്രോബ്ലം ഒന്നും തോന്നാത്ത ആർക്കും ഉപയോഗിക്കാൻ പറ്റിയ ടൈപ്പാണിത്. കണ്ടില്ലേ
ഇതിലൊക്കെ ഒരു ചെറിയ അറിയാത്ത ചെക്ക് ഉണ്ട്, അറിയാത്ത ഡോട്ട് പോലെ സാധനം ഉണ്ട്. അതിന്റെ കളറൊക്കെ ആകുമ്പോൾ നല്ല ഭംഗിയാണ്. അത് ഇപ്പോൾ ഡാർക്ക് കളറാണെന്ന് വെച്ചെങ്കിൽ ഇത് അതുപോലെ തന്നെ കുറച്ച് ആഷ് കളറൊക്കെ ആയിട്ട് കണ്ടില്ലേ. അപ്പൊ ഇങ്ങനത്തെ ഷെയ്ഡൊക്കെ ജുബയ്ക്ക് നല്ല സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ്. ഇത് ലിനനാണ്, അതുപോലെ തന്നെ കോട്ടന്റെ പ്രിന്റ് ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾക്ക് പിന്നെ ജുബയ്ക്കും കുർത്തയ്ക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സാധനങ്ങൾ. ഇനിയും കുറെ വെറൈറ്റികളുണ്ട്, ഞാൻ കുറച്ച് സാധനങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ ഇതിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, വെബ്സൈറ്റിലും കയറാം, നമുക്ക് ഷോപ്പിലേക്കും വരാം. അപ്പോൾ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ കീഴെ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുന്നുണ്ട്, വാട്സപ്പ് നമ്പർ ഉണ്ട്. അപ്പോൾ അതിൽ ബന്ധപ്പെടുക. ഓക്കെ, താങ്ക് യു.